കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ചില മതിലുകളെക്കുറിച്ച് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കും. നമുക്കറിയാം, ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ഭവനങ്ങൾ കണ്ണുകൾ ഓടിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത് ഭവനങ്ങളുണ്ടെങ്കിലും അടുത്ത് പാർക്കുന്നവരാരെന്ന് വ്യക്തമായിട്ട് അറിയാത്ത ഒരു കാലഘട്ടം. കാരണം മതിൽ കൊണ്ട് അതിനെ അതിര് തിരിച്ചിരിക്കും. ഒരു മതിലിനപ്പുറത്ത് പാർക്കുന്നവരെയോ അവിടെ നടക്കുന്ന സംഭവങ്ങളെയോ ആര് വരുന്നു പോകുന്നു എന്ന് അറിയാത്ത ഒരു കാലഘട്ടം. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുവാൻ താല്പര്യമില്ലാത്തവർ ചുറ്റും പാർക്കുന്ന ഒരു കാലഘട്ടം. ദൈവത്തിൻ്റെ വചനത്തിൽ ചില മതിലുകളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 1-ാം വാക്യം. നമുക്ക് ബലമുള്ളൊരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും. അപ്പോൾ ബലമുള്ള ഒരു പട്ടണം, ആ പട്ടണത്തിന് ദൈവം ഒരുക്കിയിരിക്കുന്ന മതിലെന്ന് പറയുന്നത് രക്ഷയുടെ മതിലാണ്. രക്ഷയുടെ മതിലിനകത്ത് പാർക്കുന്നത് ഒരു അനുഗ്രഹം. അതായത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായി, ഒരു കുടുംബമായി, കുഞ്ഞുങ്ങളായി പാർക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹം. അതാണ് നന്മ, അതാണ് സ്വർഗം പ്രസാദിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തു എന്ന നാമമാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി പണമുണ്ടാക്കി രക്ഷപ്പെടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പാപത്തിൽ ജീവിച്ച നിത്യ നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് താണുപോകാതെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടത്തക്കവണ്ണം ജീവിതത്തെ വേർതിരിക്കുന്ന ഒരു രക്ഷപ്പെടൽ. കെടാത്ത തീയും ചാകാത്ത പുഴുക്കൾ കൊണ്ട് നിറയപ്പെട്ട നിത്യ നരകത്തിൽ നിന്ന് കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, പക പിണക്കങ്ങളില്ലാത്ത, രോഗങ്ങളോ രോഗബന്ധനങ്ങൾ, പിശാചോ അതിൻ്റെ അധികാരങ്ങളില്ലാത്ത ഒരു നിത്യ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന രക്ഷ. ആ ഒരു രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ പ്രാപിച്ചെടുത്ത ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളും പ്രതിസന്ധികളും അവൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമെങ്കിലും അവൻ്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്, ഒരു സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. കാരണം അവൻ രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞാണ്. അവൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവകുഞ്ഞായതുകൊണ്ട് അവന് ചുറ്റും രക്ഷയുടെ മതിലൊരുക്കി ദൈവം കാക്കും. അവൻ്റെ ഭവനത്തിൽ അവനൊരു രക്ഷകനായിത്തീരുന്നു. അവൻ്റെ സഭയിൽ അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്നവനായിത്തീരുന്നു. അവൻ്റെ സമൂഹത്തിൽ അവൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവയിതലായതുകൊണ്ട് അനേകരെ ആ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ അവൻ ശ്രമിക്കും. അവനതിൽ വിജയിക്കും. അപ്പോൾ രക്ഷയുടെ മതിൽ നമുക്ക് ചുറ്റുമൊരുക്കി നമ്മളെ രക്ഷിക്കുന്ന രക്ഷകനായ കർത്താവ്. ആ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കും. അപ്പോൾ രക്ഷയുടെ മതിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹാദൈവം. 2 പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇസ്രായേൽ ജനം മിസ്രയീമ്യരുടെ അടിമനുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ എന്ന് പറയുന്ന ദേശത്തേക്കുള്ള അവരുടെ പ്രയാണം, അവരഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ചെങ്കടലാണ്. കണ്ണെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന ചെങ്കടൽ, മറികടപ്പാൻ കഴിയാത്ത ചെങ്കടൽ. നീന്തിക്കിടക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല.
അത്രമാത്രയ്ക്കും ആഴമേറിയ നീളമേറിയ ചെങ്കടൽ. എന്നാൽ ഈ ചെങ്കടലിനെ രണ്ടായിട്ട് പിളർന്നു അതിൻ്റെ നടുവിൽ ദൈവം ദൈവജനത്തിന് വേണ്ടി ഒരു രാജവീതി ഒരുക്കി. അതിൻ്റെ ഇരു സൈഡിലുമായിട്ട് വെള്ളം മതിൽ പോലെ നിന്നു. അതിൻ്റെ നടുവിലൂടെ ദൈവജനം നടന്നു പോയി. അപ്പോൾ രണ്ടാമത്തെ മതിലെന്ന് പറയുന്നത് കരുതലിൻ്റെ ഒരു മതിലാണ്. ഈ മതിൽ മണ്ണ് കൊണ്ടോ സിമൻറ്റ് കൊണ്ടോ കട്ടകൾ കൊണ്ടോ മരങ്ങൾ കൊണ്ടോ ഇരുമ്പുകൾ കൊണ്ടോ നിർമ്മിച്ചതല്ല. ഇത് കടലിലെ വെള്ളത്താൽ നിർമ്മിതമായ അല്ലെങ്കിൽ ദൈവം നിർമ്മിച്ച ഒരു മതിൽ. ഇതാർക്ക് വേണ്ടിയായിരുന്നു? തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി. അത് രണ്ടു സൈഡിലും മതിൽ പോലെ നിന്നു. അപ്പോൾ ദൈവമക്കൾക്ക് വേണ്ടി കരുതലൊരുക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിലിനെ ഒരുക്കി. അവർ അതിൻ്റെ നടുവിലൂടെ നടന്നുപോയി. അപ്പോൾ കരുതലിൻ്റെ ഒരു മതിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവ് കരുതുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവ് ഓരോ നിമിഷവും പരിപാലിക്കുന്ന കർത്താവാണ്. ശത്രുക്കൾ നമ്മളെ കീഴടക്കാതെ വണ്ണം കരുതലിൻ്റെ മതിലൊരുക്കി നമ്മളെ കാക്കുന്ന ദൈവം. മരുഭൂപ്രയാണത്തിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പകൽ ചൂടേറിയ അനുഭവത്തിൻ്റെ നടുവിൽ തളർന്ന് ക്ഷീണിച്ച് വീണു പോകാതെ ദൈവജനത്തിന് തണലേകി തണുപ്പേകി ദൈവം അവർക്ക് മുൻപിൽ മേഘമായി ചലിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ മേഘത്തിൻ്റെ കീഴിൽ തണുപ്പും തണലും അനുഭവിച്ച് ക്ഷീണിച്ച് വാടി തളർന്നു പോകാതെ അവർ മുൻപോട്ട് യാത്ര ആരംഭിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ടിൻ്റെ നടുവിൽ വഴിയറിയാതെ ഭാരപ്പെടാതിരിക്കുവാൻ ദൈവം അഗ്നിസ്തംഭമായി അവരുടെ മുമ്പിൽ നടന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ ദൈവജനം അനുഭവിക്കുക. ദൈവം കരുതുന്ന ദൈവമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുവിൻ. പത്രോസ് അപ്പോസ്തലൻ്റെ വാക്കുകളാണ്. ദൈവാത്മനിയോഗപ്രകാരം കാറ്റടിപ്പിച്ച് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കരത്തിൽ കൊടുത്ത് ദൈവം കരുതി. അവരുടെ ഇറച്ചിയോടുള്ള കൊതിയെ ദൈവം ശമിപ്പിച്ചു. അപ്പോൾ ദൈവം ഏതു മേഖലയും കരുതുന്ന ദൈവമാണ്. കരുതൽ നടപടി ഒരുക്കുന്ന ദൈവമാണ്. അബ്രഹാമിന് വേണ്ടി മോറിയയുടെ ഉന്നതങ്ങളിൽ മകന് പകരമായിട്ട് ഒരാട്ടുകൊറ്റനെ കരുതാതിരുന്നില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അധരത്തിന് നടർന്നു വീണ വാക്കുകൾ കേട്ടിരുന്ന ജനത്തിനു വേണ്ടി കർത്താവ് അപ്പത്തെയും വീഞ്ഞിനെയും വാഴ്ത്തി നൽകി വേണ്ടുവോളം ഭക്ഷണം കൊടുത്ത് അവരെ കരുതി. അപ്പോൾ നമ്മുടെ കർത്താവ് കരുതലിൻ്റെ മതിലൊരുക്കി നമ്മളെ കരുതുന്ന കർത്താവാണ്. മൂന്നാമതായിട്ട് ഉത്തമഗീതത്തിൻ്റെ പുസ്തകം 4:12 കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് സഭയെക്കുറിച്ചാണ്. കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അതായത് മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു തോട്ടമാണ് സഭയെന്ന് അവിടെ വെളിപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് പ്രകാരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വേർപാടിൻ്റെ മതിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണ്. കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലാണ്. വേർപാടും വിശുദ്ധിയും ജീവിതത്തിൽ ആവശ്യമാണ്. വേർപാട് വേണം. ലോകത്തോട്, ലോകമോഹങ്ങളോട്, ലോക ഇഷ്ടങ്ങളോട്, ലോക താല്പര്യങ്ങളോട് എല്ലാം ഒരു വേർപാട് വേണം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഴമായിട്ട് ആഗ്രഹിക്കും. ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തൽ സംഖ്യാപുസ്തകം നമ്മൾ കാണുന്നത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളോട് കൂടെ എണ്ണപ്പെടാത്തവർ. ആരാണ്? ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനം, തനിച്ചു പാർക്കുന്ന ജനം, ജാതികളോട് കൂടെ എണ്ണപ്പെടാത്തവർ.
അപ്പോൾ ലോകക്കാരെ പോലെയല്ല, അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരായിട്ടല്ല, അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നമ്മൾ ലോകത്തിൽ പാർക്കുന്നുവെങ്കിലും ലോകക്കാരെ പോലെയല്ല, അവരുടെ നടുവിൽ വേർപാടും വിശുദ്ധിയും അനുഷ്ഠിക്കുന്നവരായിരിക്കും. അപ്പോൾ വേർപാടിൻ്റെ ഒരു മതിൽ വേണം. ലോകത്തിന്മകൾ, ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആഗ്രഹങ്ങൾ നമ്മളെ കീഴടക്കാതെ വണ്ണം അതിനെ തടയുന്ന ഒരു മതിലായി ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങും. കാരണം കർത്താവ് തൻ്റെ സഭയെ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കും, മതിൽ കെട്ടി സൂക്ഷിച്ചിരിക്കും. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനായിരിക്കുന്ന യോബിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യോബിനെ വേലി കെട്ടി സൂക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മെ ഓരോരുത്തരും വേലി കെട്ടി സൂക്ഷിക്കുന്ന മഹാദൈവം. നാലാമതായിട്ട് സഖറിയാപ്രമാണ പുസ്തകം 2:5 തീമതിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. തീമതിൽ. അഗ്നിമയ രഥങ്ങളിറക്കി തൻ്റെ ഭക്തനെ തന്നിലേക്ക് ചേർക്കുന്ന ദൈവം. എലിയാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീ ഇറക്കി മറുപടി അയച്ച ദൈവം. പരിശുദ്ധാത്മാവ് തീ പോലെ വെളിപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. അങ്ങനെയെങ്കിൽ തീ മതിലൊരുക്കി തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്ന ഒരു കർത്താവിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. രക്ഷിക്കപ്പെട്ട ദൈവജനാണ്. ദൈവകരുതലിൻ്റെ മതിലിന് ഉള്ളിൽ പാർക്കുന്ന ഒരു ദൈവവും ഞാനും. വേർപാടും വിശുദ്ധിയും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നിന്നെ ശത്രു തൊടാതെ വണ്ണം തീ മതിലൊരുക്കി കാക്കുന്ന ഒരു കർത്താവ്. പിശാചിന് കടക്കുവാൻ കഴിയത്തില്ല. കാരണം തീ മതിൽ കൊണ്ട് നിന്നെ സംരക്ഷിച്ചിരിക്കുന്ന, തീ കൊണ്ട് മറുപടി തരുന്ന ദൈവം. സങ്കീർത്തന പുസ്തകം 97:3 തീ അവന് മുൻപായി പോകുന്നു. അഗ്നിജാലയെ ശുശ്രൂഷകന്മാരാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ അഗ്നിയാക്കി മാറ്റുന്ന ദൈവസാന്നിധ്യം. ആ ദൈവം തൻ്റെ മക്കളെ തീമതിലൊരുക്കി കാക്കുന്നു, കരുതുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങൾ, ഉപായങ്ങൾ, കെണികൾ, അവൻ്റെ ആലോചനകൾ, അവൻ്റെ ഉദ്ദേശങ്ങളൊന്നും തൻ്റെ പൈതലിൻ്റെ മേൽ ഫലിക്കാതെ വണ്ണം തീമതിലായി തൻ്റെ പൈതലിനെ കാക്കുന്ന ദൈവസാന്നിധ്യം. 5-ാമതായിട്ട് യെശയ്യാപ്രവാചക പുസ്തകം 5:5 ഇടിഞ്ഞു കിടക്കുന്ന ഒരു മതിലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവ് ഇടിഞ്ഞു കിടക്കുന്ന മതിലായിരുന്നില്ല അതിനുവേണ്ടി പണിതത്. ഫലവത്തായ ഒരു ഭൂപ്രദേശത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ടാക്കി. ഫലം കായ്ക്കുമെന്ന് വിചാരിച്ചു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. അപ്പോൾ ഉടയവൻ തിരഞ്ഞു വന്നപ്പോൾ നല്ല ഫലം കായ്ക്കേണ്ട മുന്തിരി കാട്ടുമുന്തിരി കായ്ച്ചിരിക്കുന്നു. അപ്പോൾ കാട്ടുമുന്തിരി കായ്ച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മതിലിനെ ഇടിച്ചു കളഞ്ഞു. കർത്താവ് തൻ്റെ മക്കളിലൂടെ ആഗ്രഹിക്കുന്നത് നല്ല മുന്തിരി, നല്ല ഫലം. കാരണം നമ്മളെ ഫലകരമായി വളരത്തക്കവണ്ണം അവൻ നട്ടിരിക്കുന്നു. 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് വൃക്ഷത്തിന് വളരുവാൻ വേണ്ട സകലതുമുള്ള ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും. വേണ്ട വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, കാറ്റുണ്ട്, വളരുവാൻ വേണ്ടതെല്ലാമുണ്ട്. അപ്പോൾ എന്താണ് പുറപ്പെടേണ്ടത്? നല്ല മുന്തിരി, നല്ല കാട്ടുമുന്തിരി കായ്ച്ചു. കർത്താവ് ഫലം തിരഞ്ഞു വന്നപ്പോൾ ഫലമില്ല. എന്തായിരുന്നു അവസ്ഥ? അത് വേരോടെ ഉണങ്ങിപ്പോയി. കർത്താവെ അങ്ങാക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഫലമുള്ള ഒരു ജീവിതമായി തീരുമാനം. തീമതിലും വേർപാടിൻ്റെ മതിലും കരുതലിൻ്റെ മതിലും രക്ഷയുടെ മതിലും ഇടിഞ്ഞു പോകുന്ന ഒരു ജീവിതമായി തീരുവാൻ കർത്താവെ നീ അനുവദിക്കരുത്.
എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മളിന്ന് പുറപ്പെടട്ടെ. മതിലിടിഞ്ഞു കിടക്കുന്ന അവസ്ഥയല്ല, കെട്ടിയടച്ചുറപ്പുള്ള ദൈവസഭ, ക്രിസ്തുവിൻ്റെ സഭ, അതിനകത്ത് പാർക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.